ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു മക്രോണി റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല മയണൈസൊക്കെ ചേർത്ത് നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കിടിലൻ മക്രോണിയാണ്. കഴിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇടയ്ക്കിടയ്ക്ക് എന്തായാലും കഴിക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് മക്രോണി വേവിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഏതായാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 കപ്പ് മക്രോണി ചേർക്കുന്നുണ്ട്. 2 കപ്പ് നിറയെ ചേർത്തോളൂ, കാരണം അപ്പോൾ കറക്റ്റ് ആയിരിക്കും മസാലയൊക്കെ. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ വേവിക്കുക. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോരുത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇവിടെ വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ, ഒരുപാട് സമയം എടുക്കില്ല. ഇതിങ്ങനെ വെളുത്ത കളറായിട്ട് വരും. അങ്ങനെ ആകുമ്പോൾ ഇത് നമുക്ക് ഊറ്റി വെക്കാം. വെള്ളമൊന്ന് ഊറ്റി നന്നായിട്ട് വെക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് ഞാൻ 2 സവാള ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സവാള വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതുകൂടെ വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ഇനി പൊടികൾ ചേർക്കുകയാണ്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എരിവുള്ളാണെങ്കിൽ നോക്കിയിട്ട് ചേർക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഈ മസാലയൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി അത്യാവശ്യം പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക. 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 1 എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ബീഫാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് മഞ്ഞളും കുരുമുളക് പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഏകദേശം 1 കപ്പ് ചേർത്തിട്ടുണ്ട്. ബീഫിന് പകരം ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് ഈ തക്കാളിയും ഇതൊക്കെ ഉടഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് മക്രോണി ചേർക്കുന്നത്. മക്രോണി അഥവാ ഒട്ടിപ്പിടിച്ച മാതിരി തോന്നുകയാണെങ്കിൽ ഒന്ന് കൈവച്ചിട്ടൊന്ന് അടർത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ 2 തവി വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഉടഞ്ഞു പോവില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മൾ നൂഡിൽസും ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ വേണം മിക്സ് ചെയ്യാൻ. ഒരുപാട് കുഴച്ചെടുക്കരുത്. അപ്പോൾ ആ മസാല നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിക്കണം. ഇതേപോലെ മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഫുള്ളായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എല്ലാവരുടെയും മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ലോയിൽ വേണം വെക്കാനായിട്ട്. ഇനി കൂട്ടി വെക്കുകയൊന്നും ചെയ്യരുത്. ഇനി നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഒരു മുട്ടൻ്റെ മയണൈസ് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒറ്റ മുട്ട വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മുഴുവൻ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തോളൂ. ഇനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മയണൈസ് കൂടെ ചേർത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഈ മയണൈസിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും കഴിച്ച് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്ത് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.